BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പൊങ്കാല പൊങ്കാല ആയിരം മംഗമായി അമ്മയ്ക്കു നൽകും പൊങ്കാല 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 പൊങ്കാല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ തീപാറും പോരാട്ടം നടക്കും. യുവസാരഥിയെ കളത്തിലിറക്കി ആലപ്പുഴ പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ സർവ്വസന്നാഹവും ഇറക്കി മണ്ഡലം നിലനിർത്തുകയെ തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. 2011-ലും 2016-ലും ഇടത് തേരോട്ടമായിരുന്നു ആലപ്പുഴയിൽ. പിന്നീട് നടന്ന 2021-ലെ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമായി CPM-ന്റെ PP ചിത്തരഞ്ജൻ മണ്ഡലം നിലനിർത്തി. 8 മണ്ഡലങ്ങളിലുള്ള ജില്ലയിൽ പൂർണ്ണ മേധാവിത്വം ഇടതിന് തന്നെയായിരുന്നു. ഇത്തവണയും സിറ്റിംഗ് സീറ്റിൽ ചരിത്രം കുറിക്കാൻ ഇടതുമുന്നണി ഇറക്കുന്നതും ചിത്തരഞ്ജന് തന്നെയാണ്. കയ്യിലിരുന്ന മണ്ഡലങ്ങൾ നഷ്ടമായ കോൺഗ്രസിന് ഇക്കുറി ജില്ലയിൽ മുന്നേറ്റം ഉണ്ടാകും എന്നത് ബാലികേറ മലയാകില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇക്കുറി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് കോൺഗ്രസിന്റെ യുവ പോരാളി AD തോമസിനെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും പ്രവർത്തനം തുടങ്ങിയ തോമസ് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ്. നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന കരിങ്കൊടി പ്രകടനത്തിൽ ഗൺമാന്മാരുടെ മർദ്ദനത്തിനിരയായ വ്യക്തി കൂടിയാണ് തോമസ്. ശക്തമായ ഭരണം വിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ കേവലം വ്യക്തികളിൽ നിലനിൽക്കുന്ന ഒന്നല്ല ജയപരാജയം. കോൺഗ്രസിന് ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്ന് AD തോമസ് പറയുന്നു. 1990-കളിൽ KC വേണുഗോപാൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കാലത്ത് കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണശൈലി മാറിയതോടെ ഇടതുപക്ഷം മണ്ഡലത്തിൽ പിടിമുറുക്കി. സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരത്തിനിറങ്ങുന്ന ചിത്തരഞ്ജൻ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണ ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതിന് മുൻപ് തന്നെ ചിത്തരഞ്ജന്റെ പേരിൽ ചുമരെഴുത്തുകളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളിൽ വ്യക്തമായ ബന്ധമുള്ള ചിത്തരഞ്ജന് 2ാം അംഗത്തിനായി മുന്നോട്ടിറങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ തുണക്കാൻ സാധ്യതയുണ്ട്. 2011 മുതൽ 2021 വരെ മണ്ഡലത്തെ പ്രതികരിച്ച ഡോക്ടർ TM തോമസ് ഐസക് ആലപ്പുഴയിലെ വികസന കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചിരുന്നു. ധനമന്ത്രി എന്ന നിലയിലും പ്രാദേശിക വികസനത്തിൽ താല്പര്യമുള്ള നേതാവ് കൂടിയായതും സർക്കാരിൽ മേലുള്ള മതിപ്പും ഇടതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിരുന്നു. ഇത്തവണ ചിത്തരഞ്ജനിലും ഇത് ആവർത്തിക്കുമെന്നാണ് CPM കരുതുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ, ചേംബർ ജനറൽ സെക്രട്ടറി, ആലപ്പുഴ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ, മത്സ്യഫെഡ് ചെയർമാൻ തുടങ്ങിയ മേഖലകളിൽ ചിത്തരഞ്ജൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആലപ്പുഴ എന്ന ഉരുക്കുകോട്ടയിൽ നിന്ന് LDF-ന് നൽകുന്ന അത്ര നല്ല വാർത്തകളല്ല. ജില്ലയിലെ 6 നഗരങ്ങളിൽ 5-ലും UDF മുന്നേറ്റമാണ് പ്രകടമായത്. ആലപ്പുഴയും 10 വർഷം ഇടതുപക്ഷം ഭരിച്ച കായംകുളവും കയ്യിൽ നിന്ന് പോയി. 38 പഞ്ചായത്തിൽ LDF മേൽക്കൈ നേടിയപ്പോൾ 22 ഇടത്ത് UDF വിജയം. അതേസമയം BJP ജില്ലയിൽ 8 പഞ്ചായത്തുകൾ നേടിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം വിപരീതമായത് നിയമസഭയിലും പ്രകടമായാൽ ഇടതുപക്ഷത്തിന് അത് ഗുണം ചെയ്യില്ല എന്ന് വേണം പറയാൻ. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.